വെള്ളിയാഴ്ച രാവിലെ ശശി തരൂറും കോൺഗ്രസ് പ്രവർത്തകരും കടകയറിയുള്ള പ്രചാരണത്തിന്റെ ഭാഗമായി യൂസുഫിന്റെ കടയിലെത്തി വോട്ടഭ്യർത്ഥിച്ചിരുന്നു. ഇടതുപക്ഷ അനുഭാവിയായ യൂസുഫും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ രാഷ്ട്രീയം പറഞ്ഞ് ചെറിയ തോതിൽ തർക്കത്തിലേർപ്പെട്ടതായും പറയുന്നു. പിന്നീട് വീട്ടിലേക്ക് പോയ യൂസുഫിനെ നെഞ്ചുവേദനയെ തുടർന്ന് സഹോദരൻ സലാം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും വഴിയിൽ വെച്ച് മരണപ്പെടുകയുമായിരുന്നു. രാഷ്ട്രീയം സംസാരിക്കണത് ഇവിടെ രാഷ്ട്രീയം അവർ സംസാരിക്കും, മാറി മാറി രാഷ്ട്രീയ തമാശ അടിക്കും, അങ്ങ് പോകും. അതേപോലെ അന്ന് സംഭവിച്ചു. സംസാരിച്ച പുള്ളിക്കാരൻ കുറച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോയി. 11 മണിയായപ്പോൾ 11 മണിയായിട്ട് വീട്ടിൽ പോയിട്ട് കിടന്നിട്ട് ഫോൺ ചെയ്തു. വീട്ടിൽ പോയി നോക്കിയപ്പം വായിൽ നിന്ന് പതയും ബ്ലഡൊക്കെ വരുന്നു. അങ്ങനെ ഞാൻ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വഴിയിൽ വെച്ച് തന്നെ മരിച്ചു. എന്നാൽ യൂസുഫിന്റെ മരണശേഷം കോൺഗ്രസ് പ്രവർത്തകരുടെ മർദ്ദനത്തിൽ CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടതായി വാർത്ത പ്രചരിക്കുകയായിരുന്നു. ചില ചാനലുകളും പത്രങ്ങളും പ്രാധാന്യത്തോടെ വാർത്ത കൊടുക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ബന്ധുക്കൾ യൂസുഫിന്റെ മരണം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയത്. യൂസുഫിനെ ആക്രമിച്ചുവെന്നും കടയടിച്ചു തകർത്തുവെന്നുമായിരുന്നു വാർത്തകൾ പ്രചരിച്ചത്. എന്നാൽ ഇത്തരത്തിൽ ഒന്നും തന്നെ നടന്നിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഈ കാണുന്ന യൂസുഫാക്കായ 9 വർഷം കൊണ്ട് ഞങ്ങൾ അറിയുന്ന ആളാണ്. പൊതുവെ ഞങ്ങൾ ഇവിടെ അദ്ദേഹം CPMൻ്റെ ഒരു അനുഭാവമാണ്, പ്രവർത്തകരൊന്നുമല്ല, അനുഭാവമാണ്. ഞങ്ങളോട് രാഷ്ട്രീയപരമായ ആശയ തമാശകൾ സ്വാഭാവികമായിട്ട് നടത്താറുണ്ട്. ഇന്നലെ അത് സംഭവിച്ചു. അദ്ദേഹം വീട്ടിൽ പോയി ഇതുപോലെ അറ്റാക്ക് വന്ന് മരണപ്പെട്ടു. പക്ഷെ അതിന് രാഷ്ട്രീയപരമായ ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇവർ ആരും ഇതിനെ കൊണ്ട് ഒന്നും പറയുന്നുമില്ല. ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങളുടെ സഹോദരൻ, ഞങ്ങൾക്ക് അതിൻ്റെ വേദന ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.